ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ABVP പ്രവർത്തകർ റിമാൻഡിൽ. പന്തളം NSS കോളേജിലെ വിദ്യാർത്ഥി സുധീർ സദനാണ് റിമാൻഡിലായത്. കോളേജിൽ SFI പ്രവർത്തകരെ മർദ്ദിച്ച കേസിലാണ് റിമാൻഡ്. വിശദാംശങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഇപ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത ABVP പ്രവർത്തകരാണ് റിമാൻഡിലായിരിക്കുന്നത്. എന്താണ് ഇവർക്കെതിരെയുള്ള കേസ്? കഴിഞ്ഞ 21-ാം തീയതി ക്രിസ്മസ് ആഘോഷ പരിപാടിക്കിടെയാണ് പത്തനംതിട്ട പന്തളം NSS കോളേജിൽ ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അന്ന് ക്യാമ്പസിലേക്ക് പോലീസ് എത്തിയാണ് ഈ പ്രവർത്തകരെയെല്ലാം ഇരുവിഭാഗങ്ങളെയും പിരിച്ചുവിട്ടത്. അന്ന് 7ഓളം SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ABVP പ്രവർത്തകർക്കെതിരെ പന്തളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ പ്രതിപ്പട്ടികയിലുള്ള സുധീർ സദൻ എന്ന ABVP വിദ്യാർത്ഥിയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സുധീർ സദൻ നേരത്തെ ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി കൂടിയാണ്. സുധീർ സദൻ ഉൾപ്പെടെ രണ്ട് ABVP പ്രവർത്തകരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സുധീർ സദൻ പന്തളം NSS കോളേജിലെ എക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. BA എക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പക്ഷേ ABVP നേതൃത്വം പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ സുധീർ സദൻ ഇല്ലായിരുന്നു എന്നാണ്. പിന്നീട് ഉൾപ്പെടുത്തിയെന്നൊരു ആരോപണം കൂടി ABVP പ്രവർത്തകർ പറയുന്നുണ്ട്. അന്ന് ഈ 7ഓളം പ്രവർത്തകർക്ക് SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. കാലങ്ങളായി പന്തളം NSS കോളേജ് ABVP ആണ് യൂണിയൻ ഭരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ പക്ഷേ SFI വലിയ വിജയം കൈവരിക്കുകയുണ്ടായി. ഈ പോലീസിന്റെ FIR-ൽ കൃത്യമായി പറയുന്നത് കോളേജ് യൂണിയൻ ഭരണം ABVP-യിൽ നിന്നും SFI-യിലേക്ക് പോയതിൻ്റെ ഒരു വൈരാഗ്യം ABVP പ്രവർത്തകർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ക്രിസ്മസ് ആഘോഷത്തിനിടെ കമ്പിവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ക്യാമ്പസിലേക്ക് എത്തുകയും SFI പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. 11 ABVP പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 11 പേരെ കൂടാതെ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 2 പേരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ക്യാമ്പസിലെ ഈ ഒരു സംഘർഷത്തെ തുടർന്ന് പന്തളത്ത് RSSന്റെ കാര്യാലയത്തിന് നേരെ ആക്രമണം ഉൾപ്പെടെ നടന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, ഒരു ABVP പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണം നടന്നിരുന്നു. അങ്ങനെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷത്തിലേക്കും തർക്കത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പന്തളം NSS കോളേജിലെ ABVP പ്രവർത്തകരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്.